തളർന്നവർക്ക് കൈത്താങ്ങായി ലഭിച്ചിരുന്ന വികലാംഗ പെൻഷൻ ലഭിക്കാത്തതുമൂലം ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ മരണത്തിൽ പങ്കുചേർന്ന് കേരള ഭിന്നശേഷി സംഘടന. ന്യൂ ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. അദ്ദേഹം അവിടുത്തെ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ധാരാളം പരാതികളും അപേക്ഷകളൊക്കെ അയച്ചതിന് ശേഷം അവസാനമായിട്ട് ഒരു അപേക്ഷ അയച്ച് ഇതിന് 15 ദിവസത്തിനുള്ളിൽ മറുപടിയോ അല്ലെങ്കിൽ എൻ്റെ പെൻഷനോ തന്നില്ലെങ്കിൽ എൻ്റെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും വഴിമുട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വികലാംഗ പെൻഷൻ ലഭിക്കാത്തത് നിമിത്തം ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കേരള ഭിന്നശേഷി സംഘടന. സർക്കാരിന്റെ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ ധാരാളം പണമുണ്ട്. എന്നാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മറ്റ് ആളുകൾക്ക് ഒരു നേരത്തെ ചായ കുടിക്കാനുള്ള കാശ് പോലും നൽകാനില്ല എന്നാണ് സർക്കാരുകളൊക്കെ പറയുന്നത്. ആത്മഹത്യ ചെയ്ത ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ കേരള ഭിന്നശേഷി സംഘടന പങ്കുചേർന്നു. പെൻഷൻ വിതരണം ചെയ്യാത്ത സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും സംഘടന രേഖപ്പെടുത്തി. കേരളത്തിലെ പൊതുസമൂഹം സർക്കാരിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ടെന്നും കേരള ഭിന്നശേഷി സംഘടന ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് വികലാംഗർ ജീവൻ ഒടുക്കാൻ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇനിയും നമ്മുടെ വികലാംഗ സുഹൃത്തുക്കളും അതുമാതിരി തന്നെ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി വൃദ്ധന്മാരുണ്ട്. അവരൊക്കെ മരണത്തിലേക്ക് നീങ്ങിപ്പോകും. വികലാംഗ പെൻഷൻ കുടിശ്ശിക സഹിതം ഉടൻ വിതരണം ചെയ്യുക. പരേതന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. വികലാംഗ സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കണം. വികലാംഗർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ, നീതി നിഷേധങ്ങൾ എന്നിവ അവസാനിപ്പിക്കണമെന്നും കേരള ഭിന്നശേഷി സംഘടന വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂ ടൈംസ്.